അതിനുള്ള കാരണങ്ങൾ എനിക്ക് കിട്ടും. ഇപ്പൊ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുള്ള ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൊക്കുട്ടി. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. തീർന്നു എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഇല്ലല്ല, എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. ഇത് കേട്ടല്ലോ, 3 CR എനിക്ക് കൊണ്ടുവരണം, അതായത് 3 കോടി. എനിക്ക് പണം മാത്രം മതി. ഈ ഒരു ഓഡിയോ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഫിറോസ് ഖാനെ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല, ആരും വിശ്വസിക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. റസൂൽ പൂക്കുട്ടിയോട് പണം ചോദിക്കത്തില്ല, അത്ര നല്ല സ്ത്രീയാണ്, നിങ്ങൾ ആ സ്ത്രീയെ മോശക്കാരിയാക്കാൻ നോക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞ് കുറേ കമൻറ്റുകളും വന്നാനേ, കുറേ പേര് വാദിച്ചുകൊണ്ടും വന്നാനേ. അവിടെയൊക്കെ ഫിറോസ് ഖാനെ എല്ലാവരും എയറിലും ആക്കിയാനേ. എയറിലായിരുന്നു കക്ഷി, കുറച്ച് നാളെ എയറിലായിരുന്നു. നമ്മളിൽ കുറേ പേര് സജിനയ്ക്ക് അനുകൂലമായിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. അവിടേക്ക് ഒരു സ്ത്രീ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും ആ സ്ത്രീയുടെ കൂടെയായിരിക്കും എല്ലാവരും നിൽക്കുന്നതും. അവിടേക്ക് ആ പുരുഷൻ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പുരുഷൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ആരും അന്വേഷിക്കത്തുമില്ല. സ്ത്രീ പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ എന്തായാലും കഥ അങ്ങനെയല്ല. ഫിറോസ് എന്ന വ്യക്തിക്ക് സജിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഫിറോസ് ഖാൻ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ സജിനെ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. സജിനെ പറയുന്നതിൽ എന്തൊക്കെ കള്ളത്തരം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും. സജിനെ എത്ര പ്രാവശ്യം ഒളിച്ചോടിപ്പോയി എന്നും ഫിറോസ് ഖാൻ തെളിവ് സഹിതം തന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആർക്കും കഴിയും. എന്തായാലും സജിനെ ഇപ്പോൾ ഒരു വെളുപ്പിക്കൽ ഇൻ്റർവ്യൂവുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഫിറോസ് ഖാൻ തെളിവെല്ലാം പുറത്തു വിട്ടത്. അതെന്തായാലും കാര്യമായി. അതുകൊണ്ട് തന്നെ സജിന് പറയുന്ന കരച്ചിലും നാടകമൊന്നും ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം നമുക്ക് ആ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ആളുകൾ പറയുന്നതെന്ന്. അതായത് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അവിടെ സജിനയുടെ കണ്ണീരോ അതുപോലെ തന്നെ അവതാരകയുടെ പെർഫോമൻസോ ഒന്നും ആരും ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും കുറേ കാര്യങ്ങൾ സജിന പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് കേട്ടു നോക്കാം. ഞാൻ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ടൊരു വ്യക്തിയെ ഞാൻ ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫിറോസ് പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കളഞ്ഞിട്ടല്ലേ സജിന ആരോടോ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞത്. അവിടെയൊക്കെ അമ്മയെ കാത്ത് ആ കുഞ്ഞും ഫിറോസും വെന്തുരുകുന്നൊരു കഥയൊക്കെ ഫിറോസ് ഖാൻ പറഞ്ഞിരുന്നു. അതായത് സജിനയ്ക്ക് അപ്പോഴില്ലാത്ത വിഷമം ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടേക്കാണ് ഇവരെയൊക്കെ സമ്മതിക്കേണ്ടത്. മികച്ച നടി, ഇല്ലെങ്കിൽ നല്ല അഭിനേത്രി, ഇല്ലെങ്കിൽ നല്ല തിരക്കഥ എന്നൊക്കെ പറയാം. എന്തായാലും വെളുപ്പിച്ചെടുക്കാനുള്ള ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വെളുപ്പിക്കലായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാണാം. കുഞ്ഞുങ്ങളെ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാ ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. വ്യക്തികളെ കുഞ്ഞുങ്ങളെ നോവിക്കരുത്. എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് കണ്ട് അല്ല, ഇവിടെയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, സജിന ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾ, അതായത് സജിനയുടെ ആദ്യ മാരേജിലുണ്ടായ കുട്ടി, അതുപോലെ തന്നെ സെക്കൻഡ് മാരേജിൽ ഫിറോസുമായിട്ട് ചേർന്നുണ്ടായ കുട്ടി, ഇവരൊക്കെ ഇത് കണ്ട് സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്? അതായത് സ്വന്തം ഉമ്മ മൂന്നാമതും ഗർഭിണിയായിരിക്കുന്നു, അതിൻ്റെ അച്ഛൻ വേറെയാണ് എന്നറിയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന വേദന അത് സജിന മനസ്സിലാക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ഈ ചുറ്റുപാടിൽ ജനിച്ചത് കൊണ്ട് തന്നെ അവരെ പലരും കളിയാക്കിയെന്നിരിക്കും. പലരുടെയും ചോദ്യത്തിന് അവർക്ക് ആൻസർ ഇല്ലാതായി പോയെന്നിരിക്കും. അവിടെയൊക്കെ ആ കുട്ടികൾ സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്, അതോർത്ത് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ സജിനയ്ക്ക് സ്വന്തം കുട്ടികളോട് പോലും ആ സ്നേഹമില്ലാത്ത സ്ഥിതിക്ക് മറ്റുള്ള കുട്ടികളെ ഓർത്ത് ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ ആളുകൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? അവർക്കൊരു കരച്ചിലും തോന്നത്തില്ല. ഇത് കാണുമ്പോൾ കോമഡി ആയിട്ട് തന്നെ തോന്നത്തുള്ളൂ. എന്ന് കരുതി പ്രണയിക്കുന്നതിനോ ഇല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിനൊക്കെ തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രമാത്രം കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ഒരു അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവുമോ എന്നുകൂടി ചിന്തിക്കേണ്ടതായിരുന്നു. ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും ഒരു വ്യക്തിക്കും, ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി, അതെന്റെ ഒരു തെറ്റല്ല.
എന്ന് വെച്ച് ഈ വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് പച്ചക്കള്ളം പറയുകയും നാടകം അഭിനയിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഒരു പക്ഷേ ഫിറോസ് ആ സജിനയുടെ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതെല്ലാം കളവാണ്, ഞാൻ 3 കോടി ചോദിച്ചിട്ടില്ല, ഞാൻ ഹണി ട്രാപ്പ് എന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന ആളുകൾ വിചാരിച്ചേനെ. പക്ഷെ തെളിവ് മുമ്പേ ഇറക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം സജിനയുടെ വോയിസിൽ തന്നെ ഉണ്ട് 3 കോടി വേണം, എനിക്ക് പണമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. അത് ഫിറോസ് ഇരുന്നപ്പോൾ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു നാടകം വന്ന് ഇപ്പോൾ നടത്തിയിട്ട് വീണ്ടും എയറിലേക്ക് പോയിരിക്കുകയാണ് സജിന. സജിനയുടെ അവസ്ഥ കാണുമ്പം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. വെളുപ്പിക്കാൻ വന്നവർക്ക് വീണ്ടും ആളുകളെ കൊണ്ട് കൂടുതൽ ചിരിപ്പിക്കാൻ കാരണമായി എന്ന് തന്നെ പറയണം. പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പം ഞാൻ മറ്റുള്ള ചാനലിന്റെ വടിയിൽ പോയി കമന്റ്സ് വായിക്കാനോ ഞാൻ നിന്നിട്ടില്ല, നിൽക്കത്തുമില്ല. ഞാൻ അതൊന്നും ചെയ്തില്ല, ഇന്ന് ചെയ്തില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ കുറെ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ആ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തായാലും ഈ വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്. ഇവിടെ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറേ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ വോയിസ് റെക്കോർഡൊക്കെ പുറത്ത് വിട്ടപ്പോൾ അയാളുടെ അവസ്ഥ പുറത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ശരിയായില്ല, എവിടെയൊക്കെ ഇദ്ദേഹം പറഞ്ഞാൽ ശരിയുണ്ട് എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അതൊരു പക്ഷേ അദ്ദേഹം ആ വീഡിയോ പുറത്തിറക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. ആ വീഡിയോ കണ്ടവർ ആരായാലും സജിന പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല. കാരണം അത്ര വ്യക്തമായിട്ടാണ് ഫിറോസ് ഖാൻ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. അത് സജിനയുടെ എല്ലാ സ്വഭാവവും അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇനിയും സജിനയെ താങ്ങി നിൽക്കുന്നവർക്ക് അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്റെ മക്കളടുത്ത് പോലും എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ജീവിക്കണം, എനിക്ക് എന്റെ 2 കുഞ്ഞുങ്ങളെ നോക്കണം. ഈ 2 കുഞ്ഞുങ്ങളെ നോക്കണമെന്നുള്ളവർ കാണിക്കുന്ന പ്രവൃത്തിയാണോ സജിന ഫിറോസ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അവിടെ പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് എത്ര സ്കൂൾ മാറിയിട്ട് അവസ്ഥ വന്നു, അത് ആര് കാരണമാണ് ഉണ്ടായത്? സജിന എന്ന് പറയുന്ന അവരുടെ അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് സംഭവിച്ചത്, അവരുടെ പ്രവൃത്തി കൊണ്ടാണ് അത് സംഭവിച്ചത്. അവരുടെ പ്രവൃത്തി കാരണമാണ് കുട്ടികൾക്ക് ആ ഒരു നിലയുണ്ടായത്. ഇല്ലെങ്കിൽ ആരെങ്കിലും വല്ലതും അറിയുമോ? കഴിഞ്ഞ കുറേ നാളായിട്ട് സജിന ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അപ്പോഴൊന്നും ഇത് ചർച്ച ചെയ്തില്ല? ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തു? അത് സജിന തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ചിന്തിച്ചിട്ടും ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അതിനൊന്നും പറയാനില്ല. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന പല കഥകളും കേട്ട് കഴിഞ്ഞാൽ ഫിറോസ് ആയിരുന്നു എല്ലാം ഉത്തരവാദി എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഫിറോസ് അല്ല, സജിനയാണ് സജിനയുടെ ജീവിതം ഇങ്ങനെ ആക്കിയെന്ന്. എനിക്ക് എങ്ങനെ പറയണം, എന്ത് ചെയ്യണം? എന്തിനാണ് അദ്ദേഹം വന്നു എന്നെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച്? ഞങ്ങൾ 2 പേരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതല്ല ഇപ്പം നാട്ടുകാർ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നും നാട്ടുകാർക്കറിയാം. ആ രീതിയിലുള്ള വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ആ കഥയൊന്നും അങ്ങനെ അല്ല എന്ന് മാറ്റി പറയുമ്പോഴാണ് ആളുകൾ പറയുന്നത് ഇതിങ്ങനല്ലല്ലോ നടന്നത്, ഞങ്ങളിതെല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ, ഞങ്ങളെ ഈ റെക്കോർഡെല്ലാം ഫിറോസ് ഖാൻ കേൾപ്പിച്ചിട്ടുള്ളതാണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് കള്ളം പറയുന്നതെന്നുള്ള ചോദ്യം വരുന്നത്. അതാണിപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയാണ്. ആ രീതിയാണ് ആളുകൾ ട്രോളുന്നത്. ഇപ്പം സജന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. അപ്പം സജന ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, സജന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, സജന സോഷ്യൽ മീഡിയയിൽ വല്ല കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചിലപ്പോൾ കൂട്ടുകാരി ആയതുകൊണ്ട് തോന്നാത്തതായിരിക്കും. അവിടെയൊക്കെ ഒന്ന് ആലോചിക്കണം. 2 ഡിവോഴ്സായ 2 കുട്ടികളുടെ അമ്മ 3ാമത് ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഇടുന്നു. അത് മോസ്കാർ വാങ്ങിയ വ്യക്തിയുടെ ഫോട്ടോയും ചേർത്ത്. ആ വ്യക്തിക്കൊണ്ട് 2 കുട്ടികൾ, ഭാര്യയൊക്കെ. അങ്ങനെയുള്ള അവസരത്തിൽ ഇത് കോൺട്രവേഴ്സി ആവത്തില്ലേ? എന്താണ് ഈ ആങ്കർ പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഇവരിത് അഭിനയിക്കുവാണെന്നാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും സജിനയെ വെളുപ്പിച്ചെടുക്കണം. സജിന ചെയ്തതൊന്നും തെറ്റല്ല, അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടെന്ന് കരുതി ആരും ഒന്നും പറയരുത്, ഒന്നും മിണ്ടരുത്. അത് സജിനയുടെ വ്യക്തി സ്വാതന്ത്ര്യം. അങ്ങനെ കരുതിയിരുന്നോണമെന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ തുറന്നു പറയാൻ, ഇല്ലെങ്കിൽ അഭിപ്രായം പറയാൻ അവകാശമുള്ളൊരു നാടാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കാര്യം കാണുമ്പോൾ ആളുകൾ ചർച്ച ചെയ്യും. അത് ചിലപ്പോൾ നല്ലതായിരുന്നെങ്കിൽ സജിനയ്ക്ക് കുഴപ്പം കാണത്തില്ല. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞ് ആളുകളെ വിമർശിക്കുമ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കൂടെ മനസ്സ് കാണിക്കണം. അങ്ങനെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടത് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. അല്ലാതെ ഇവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ പറയുന്നു അത് കോൺട്രവേഴ്സി ആവാനുള്ള ഒരു ചാൻസും ഇല്ലാന്ന്. ഇപ്പോൾ പറയുന്നു അങ്ങനെ ആയത് ഇതുകൊണ്ടാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. വെളുപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ചില പാളിച്ചകൾ വീഴുന്നതായിരിക്കും, സംഭവിച്ചു പോകുന്നതായിരിക്കാം. ഈ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പിന്നിലോ വേറെ ഒരു ഇതിന്റെ പിന്നിലോ ഇപ്പം
ഫോട്ടോ ഇടുന്നത് അത് നമ്മളുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് ആരെ വേണമെങ്കിലും ഞാൻ ഷാറുഖ് ഖാൻ, നമ്മളെ ഹിന്ദി നടന്മാരോട് ഞാൻ ഫോട്ടോ കുറെ പേരുടെ ഇട്ടിട്ടുണ്ട്, എത്രയോ പേരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. തികച്ചും പേഴ്സണൽ ആവണമെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഫോട്ടോ ഇടണം. മറ്റൊരാളുടെ ഫോട്ടോ ഇട്ടിട്ട് അത് തികച്ചും പേഴ്സണലാണെന്ന് പറയാൻ ആ വ്യക്തി നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? അത് ചിലപ്പോൾ ചോദിച്ചത് ആ വ്യക്തിയുടെ ബന്ധുക്കളായിരിക്കാം, ആ വ്യക്തി അറിയുന്നവരായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തിയുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാര്യ ആയിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ ഫോട്ടോ ഇടുമ്പോൾ ആളുകൾ ചോദിക്കും അവിടെ എങ്ങനെ നിങ്ങളുടെ മാത്രം പേഴ്സണൽ കാര്യമാകുമെന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോ മാത്രം ഇട്ട് ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെ ആ വ്യക്തിയെ എടുത്ത് കാണിക്കണം, ഇതാണ് എൻ്റെ കുട്ടിയുടെ അച്ഛൻ എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിക്കണം. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും ജനങ്ങൾ ചോദിക്കും. അതൊന്നും ചോദിക്കാതെ മിണ്ടാതിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല, അതൊന്നും ചോദിക്കരുത്, അതൊക്കെ ഞങ്ങളുടെ പേഴ്സണലാണ്, അതിനെക്കുറിച്ച് മിണ്ടാനേ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ നിങ്ങളുടെ മാത്രം പേഴ്സണൽ കാര്യമാകുമെന്ന്. അത് അവരെ ഞാൻ വന്ന് പറയും, ഓക്കെ ഞാൻ ചില കാര്യങ്ങൾ ചില ഫോട്ടോയിൽ ചില മോജീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ചില ഫോട്ടോസ് അങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്റെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ്. അത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളൊന്നും പിന്നെ പേഴ്സണൽ ആവത്തില്ല, അത് നിങ്ങൾ പരസ്യമായിട്ട് തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഒതുക്കി നിർത്തണമായിരുന്നു. അല്ലാതെ സമൂഹത്തിന് മുന്നിലോട്ട് ഇങ്ങനെ ഒരു കാര്യം ഇട്ടുകൊടുത്തിട്ട് ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ ആരും മിണ്ടരുത്, നിങ്ങൾ കണ്ടാൽ മാത്രം മതി എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എങ്കിൽ തന്നെ നിങ്ങളത് പേഴ്സണലായിട്ട് ഒതുക്കി വെക്കണമായിരുന്നു. നിങ്ങൾ തന്നെ അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. ഒരു പക്ഷേ നാളൊരു കാലത്ത് ഞാൻ വന്ന് പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും, ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്റേതാണ്. ഇനി നേരെ തിരിച്ച് ഞാനൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു, അവർക്കൊരു ഫാമിലി ഉണ്ട് എങ്കിൽ എന്താണ്, അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞങ്ങളെ മതത്തിൽ, അതായത് ഒരു മുസ്ലിം മതത്തില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഒരു ഭർത്താവാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരാൾക്ക് 2 വിവാഹം കഴിക്കാം. 2 അത് അങ്ങനെയുള്ള നിയമം നമുക്കുണ്ട്. അവരുടെ വൈഫിന്റെ അവരുടെ സമ്മതത്തോടെ 2 കല്യാണം കഴിക്കാനുള്ള നിയമമുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേറൊരാളെ കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചോ, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ, അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വന്ന് പറയുമ്പോഴായിരിക്കും അത് കോൺട്രവേഴ്സിയാണ്. എത്രയോ പേര് ജീവിക്കുന്നില്ലേ, എത്രയോ ഒരു വലിയൊരു ആക്ട്രസ്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഞാൻ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് എല്ലാവരും ബഹുമാനിച്ച് തന്നെ നിൽക്കുന്നത്, അവര് ജീവിക്കുന്നില്ലേ വിദേശത്തിൽ, അവര് ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ കല്യാണം കഴിക്കുമെന്നല്ല പറയുന്നത്, കല്യാണം കഴിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണെന്നും അല്ല പറയുന്നത്, ആവൂന്നല്ല പറയുന്നത്. ഇവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ തന്നെയാണ് ഫോട്ടോയും ഇട്ടത്, വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടത് ഫിറോസ് ഖാനുമാണ്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും വന്നിരുന്ന് പറഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് അല്ല, എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാണ് വെളുപ്പിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ഇത് വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഒട്ടും വെളുക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഞാൻ കല്യാണം കഴിക്കത്തില്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി വയ്യ. മേ ബി എൻ്റെ ജീവിതമാണ്, ഞാൻ ഒരിക്കലും ആണുങ്ങളോടൊപ്പം പിഴച്ച് ജീവിക്കാമല്ലോ. എനിക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ. ആണുങ്ങളോട് പോയി പിഴച്ച് ജീവിക്കുന്നില്ലല്ലോ എന്ന് ഇവരുടെ ഭർത്താവിട്ട വീഡിയോയിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സജിന ചെയ്തതെന്ന്. എത്ര എണ്ണമെന്നെങ്കിലും അറിയുമെന്ന് എനിക്കറിയത്തില്ല. ആ ഭർത്താവിൻ്റെ ലിസ്റ്റിൽ തന്നെ 8-9 പേരുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ ഭർത്താവിന് അറിയാത്ത എത്ര ആളുണ്ടെന്ന് അറിയത്തില്ല, അതിനൊക്കെ കണക്ക് വെച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോഴാണ് പറയുന്നത് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ചാടി പോകുന്നില്ലല്ലോ, ഒരാളോട് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലേ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു. ഇതൊക്കെ ഫിറോസ് ഖാൻ ആ തെളിവ് പുറത്ത് വിട്ടില്ലെങ്കിൽ എല്ലാവരും വിശ്വസിച്ചാനേ. എന്നാൽ ഇനി അങ്ങോട്ട് ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള തെളിവുകളാണ് പുറത്തു വന്നത്. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ഒരാളുടെ കൂടെയല്ലേ പോയോളൂ. പൊതുവേ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞ ഒരു ആണിനോട് മിണ്ടിയാലോ അല്ലെങ്കിൽ വേറൊരു രീതി ഒരിടത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവള് പിഴച്ചവളാം, അവളെങ്ങനെയാണ്, അവള് പോക്ക് കേസാ എന്നാണ് പറയുന്ന ആൾക്കാര്. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും, അവള് കണ്ട, അവള് പോക്ക് കേസ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. ഇതൊക്കെ കേൾക്കുമ്പം ആളുകൾ ട്രോളില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇതൊക്കെ നടന്നിട്ട് എത്ര കാലങ്ങളായി, ആ കാലഘട്ടമൊക്കെ മാറി ആളുകൾക്ക് തിരിച്ചറിവ് വന്നു. എന്നിട്ടും സജിന ഇതൊക്കെയാണ് കാരണമായിട്ട് എടുത്ത് പറയുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ വെളുപ്പിക്കണ്ടേ? എന്താണ് ഈ ലോകം? ഒരാളെ ദൂഷിക്കാൻ എന്തൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതാണ് സമൂഹമുള്ളത്. അപ്പൊ നേരെ തിരിച്ച് സജിന വേറൊരു രീതിയിൽ പോവുക, കുറെ ആണുങ്ങളുമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, കുറെ ആണുങ്ങളുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം സജിന തെറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരാളുമായിട്ട് ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന
അപ്പൊ അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. എനിക്ക് തോന്നുന്നു സജിനയുടെ തന്നെ അനുഭവം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫിറോസ് പറഞ്ഞതിനനുസരിച്ച് കുറേ പേരോടെ പോയപ്പോഴൊന്നും ആരും അറിഞ്ഞില്ല. ഇപ്പോൾ ഒരാളൂടെ പോയപ്പം ആളുകളെല്ലാം അറിഞ്ഞു, അതിനെ ക്രൂശിക്കുന്നു. അതുകൊണ്ട് അത് ശരിയല്ല, മറ്റേതായിരുന്നു തെറ്റ്, അങ്ങനെ പോയപ്പോൾ ആരും കുറ്റം പറഞ്ഞില്ല എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ സജിനയെ തന്നെയാണ് ട്രോളുന്നത്. സജിനയെ തന്നെ ട്രോളാനുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അവരറിയുന്നില്ലായിരിക്കാം ഫിറോസ് ഖാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന്. എങ്കിലും ഇതൊന്നും പറയത്തില്ലായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, കേട്ടിരിക്കാം. കാരണം അവള് കുടുംബം തകർത്തുകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തോ മറ്റുള്ളവരെ ഇതാക്കുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ. അവിടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ. അപ്പൊ കല്യാണം കഴിച്ച സമൂഹത്തിനോട് കാണിക്കും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, എന്റെ അദ്ദേഹത്തിനോട് അല്ല വേറെ ആരുടെയും കല്യാണം കഴിഞ്ഞ് കാണുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കാണുമായിരിക്കും. പ്രസവിച്ച് ഞാൻ പാല് കൊടുത്ത് എന്റെ വീട്ടിൽ ഉറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഈ സമൂഹം? എന്താണ് സമൂഹം? എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള സാധനമാണെങ്കിൽ, എനിക്ക് പറയണമെന്ന് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ പുറത്ത് പറയും. എനിക്ക് അതല്ല എന്റെ തികച്ചും പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് പറയണ്ട, എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഫാമിലി എനിക്ക് ഇതാന് താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ഇടത്തില്ല. അതെന്റെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്ത അലിഗേഷൻ പറഞ്ഞുണ്ടാക്കി നമ്മൾ കൊല്ലാക്കൊല ചെയ്യരുത്. ഇവിടെ എനിക്ക് തോന്നുന്ന ആളുകൾ പറഞ്ഞ അലിഗേഷൻ എന്ന് പറയുന്നത് 3 കോടിയുടെ കാര്യവും അതുപോലെ തന്നെ ഹണി ട്രാപ്പ് എന്ന കാര്യമൊക്കെയാണ്. പക്ഷേ ആ വോയിസ് റെക്കോർഡ് കേട്ടവർക്ക് മനസ്സിലാവും അത് കേൾക്കുന്നത് ഒരു 3 കോടി തരണം എന്നുള്ള രീതിയിലുള്ളൊരു ബ്ലാക്ക് മെയിലിംഗ് പോലെയാണ് തോന്നുന്നത്. അതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വോയിസ് റെക്കോർഡ് കേട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ വിമർശിക്കുന്നതെല്ലാം ഇവർ അർഹിക്കുന്നതാണെന്ന്. അതിനെ കുറ്റം പറയാൻ കഴിയത്തില്ല. ആളുകൾ എന്തായാലും അത് കേട്ട് കഴിഞ്ഞാൽ ചോദിക്കും, വിമർശിക്കും. ഇവിടെ ഒരു പക്ഷേ അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വരത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് കൊണ്ടായിരിക്കാം സജിന ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ വോയിസ് റെക്കോർഡ് എല്ലാം പുറത്തായി. ഈ വെറുതെ ഇരുന്ന് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചോദിക്കും, ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരെടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റും? ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നിടത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നാണക്കേട്. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ആൻസർ ഇല്ലാതെ പോകും. കാരണം ഫിറോസ് ഖാൻ വ്യക്തമായിട്ട് എല്ലാ തെളിവുകളും നൽകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇനി നിങ്ങൾ എന്ത് വന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഇല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും നല്ല തെളിവുകളുമായിട്ട് വരണം. നിങ്ങളായിരുന്നു ശരി എന്ന് കാണിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുമായിട്ട് വരണം. അല്ലാത്ത പക്ഷം ഫിറോസ് ഖാൻ പറഞ്ഞത് മാത്രമേ ആളുകൾ വിശ്വസിക്കത്തുള്ളൂ. സജന എന്ന് പറയുന്ന വ്യക്തി ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും തുടങ്ങിയ ഒരു അലിഗേഷൻ ആണ്. അത് ഇവിടം വരെ എത്തി നിന്നു. അപ്പം ഇതിന്റെ ഇടയിൽ ഈ സജനയുടെ ആ ഒരു അലിഗേഷൻ പോകുന്നതിന്റെ ഇടയിൽ വന്ന വാർത്തകളാണ് 1.5 വയസ്സായ കുട്ടിയെ രണ്ടാനച്ഛൻ കൊന്ന കേസ്. അപ്പോഴും അവരുടെ ഭർത്താവ് മരിച്ച ഇവര് രണ്ടാമത് കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുന്നതാണ് ആ ഒരു കേസ്. അത് മാത്രമല്ല അയാളുടെ ആദ്യ ഭാര്യയോട് അയാൾ ചെയ്ത ക്രൂരത, ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ന്യൂസ് ചാനൽസ് ഇട്ടിട്ടുണ്ട്, ഓൺലൈൻ മീഡിയാസ് ഇട്ടത് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു സംസാര വിഷയം ആയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ 19 വയസ്സായ ഒരു പെൺകുച്ചി ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊച്ചിനെ ജനൽ വഴി എറിഞ്ഞു. ആ കൊച്ചെന്തോ ഭാഗം കൊണ്ട് മരിച്ചില്ല. അതാണെങ്കിലും ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്. അത് ആർട്ടിസ്റ്റ് അല്ലല്ലോ. അതെ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ, അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റും ഇട്ടിട്ട് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ ചാനലുകാർക്ക്. ഇവിടെ ഈ വിഷയങ്ങളൊക്കെ ആ കുട്ടിയുടെ വിഷയമായാലും പല കാര്യങ്ങളും പലരും എത്ര പ്രാവശ്യം ചർച്ച ചെയ്തു. അവിടെയൊക്കെ സജിനയുടെ കാര്യം എത്ര പേര് ചർച്ച ചെയ്തു? കുറച്ച് യൂട്യൂബേഴ്സ് മാത്രം ചർച്ച ചെയ്തു, അല്ലാതെ മെയിൻ സ്ട്രീം മീഡിയയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതിപ്പോഴും യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമാണ് എടുത്തുകൊണ്ട് വരുന്നത്. അതും സജിനയുടെ മാറ്റർ ആയതുകൊണ്ടല്ല, പൂക്കുട്ടിച്ചേട്ടൻ്റെ കാര്യം വന്നതുകൊണ്ടാണ് വാർത്ത വന്നത്. ഇനി ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അറിയാത്തൊരാളായിരുന്നെങ്കിൽ ഇത് വലിയ ചർച്ചയൊന്നും ആവത്തില്ല. പക്ഷെ സജിന പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ആയതുകൊണ്ടാണ് ഇവിടെ ചർച്ച വരുന്നതെന്ന്. നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് എല്ലാം അങ്ങ് സഹിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നും അല്ല. പക്ഷെ ഈ പറയല ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നത് ആ സഹിയിടുമ്പോ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. പല കാര്യങ്ങളും ലോകത്തിനും അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലുകാർക്ക്, അവർക്കൊരു മാസം ഇപ്പൊ 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അത് ഞാൻ നിയമവശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ
കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. എന്തായാലും ആദ്യം കുറെ കരച്ചിൽ, പിന്നെ ന്യായീകരണം, പിന്നെ ഭീഷണിയുടെ സ്വരത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത്. ഇനി ഇത് ആർക്കേരിയാണെന്നൊന്നും അറിയത്തില്ല. കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വിമർശിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് അതിര് കിടക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സജിനയുടെ ഭർത്താവ് ഇട്ട വീഡിയോ ആസ്പദമാക്കിയാണ് പലരും വിമർശിക്കുന്നത്. അതിൽ ഫിറോസ് പറയുന്ന പല കാര്യങ്ങളും ഇല്ലെങ്കിൽ കൊണ്ടുവന്ന തെളിവുകൾ എടുത്തു വെച്ചാണ് പലരും വിമർശിക്കുന്നത്. അല്ലാതെ സജിന ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ കുറേയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ കാര്യമില്ല. കാരണം സത്യങ്ങളെല്ലാം പുറത്ത് വന്നു തുടങ്ങി. അത് നിങ്ങളുടെ നാവിൽ നിന്ന്, നിങ്ങളുടെ ശബ്ദത്തിൽ പുറത്ത് വന്നിട്ടുണ്ട്. അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയുള്ള ബന്ധമാണെന്നും അതുപോലെ തന്നെ ഗർഭവും എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയുള്ളൂ. ഇനി അതിലുപരി എന്തെങ്കിലും സത്യങ്ങളുണ്ടെങ്കിൽ അത് തെളിവുകളുമായിട്ട് വരിക. അല്ലാത്ത പക്ഷം വീണ്ടും എയറിലോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.